നമ്മുടെ സൗദിയിലൊരു സ്ട്രോബെറി ഫാം ആണ് കേട്ടോ ഇത്. പുളിപ്പുണ്ടോ? ഇല്ലേ, വാഷ് ചെയ്തോട്ടൊക്കെ. ഓക്കെ, നല്ല മധുരം, നല്ല ടേസ്റ്റാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യണോ? ടേസ്റ്റ് ചെയ്യണമല്ലോ, ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആട്ടോ. അതിലുണ്ടോ അടി? ഇല്ല. ഹായ് ഓൾ, പ്രൈസ് ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നത് ദമാമിലാണ്. ദമാമിൽ അൽഹസയിലാണ് അവർ വന്നത്. അവിടെയാണ് എൻ്റെ അനിയത്തി കുടുംബം താമസിക്കുന്നത്. അൽഹസയിൽ അൽമൂസ ഹോസ്പിറ്റലാണ് എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഷറൂറയിലാണ്. ഇനി ഒരു 6 ദിവസം ദമാമിലുണ്ടാകും. ഈ 6 ദിവസം കൊണ്ട് ദമാമിലെ മാക്സിമം സ്ഥലമൊക്കെ ഒന്ന് കണ്ട് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ എൻ്റെ അനിയനാണ്, അനിയത്തിയുടെ ഹസ്ബൻഡ് അനീഷ് എന്നാണ് പേര് കേട്ടോ. എൻ്റെ 2 അനിയത്തിമാരുടെ ഹസ്ബൻഡുമാരുടെ പേര് അനീഷ് എന്ന് തന്നെയാണ്. 4 ദിവസം അവധിയുണ്ടോ? വണ്ടിക്കകത്തുള്ള ബഹളം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടികളെ മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വലിയവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിനി ഫുഡ് കഴിക്കണം കേട്ടോ. ഇവരൊക്കെ രാവിലെ ഒരു 2:30 മണിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ 10:30 എയർപോർട്ടിൽ എത്തിയെങ്കിലും 2.5-3 മണിക്കൂറത്തെ യാത്ര വീട്ടിലോട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എത്തിയപ്പോൾ 2:30-3 മണി അടുപ്പിച്ചായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണവും സംസാരവും എല്ലാം കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ രാവിലെ ആയി. പിന്നെ 11 മണിയൊക്കെ ആയപ്പോഴേച്ചൊന്ന് കാപ്പി കുടിച്ചതാണ് കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. നമ്മളെന്തായാലും വിചാരിച്ചു വെളിയിലോട്ട് ഇറങ്ങുമല്ലേ, അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഇത് ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊന്നും അല്ല ഞങ്ങൾ കഴിച്ചത് അൽഫാമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം കഴിക്കാൻ ചോറുണ്ട് കേട്ടോ. അപ്പോൾ 2 വലിയ കോഴിയായിരുന്നു. സാധാരണ ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നാട്ടിലൊരു 2 മാസമൊന്നും ആവാത്ത കുഞ്ഞു കോഴിയില്ലേ, അപ്പോൾ ആ കോഴിയുടെ കണക്കിനുള്ള കുഞ്ഞു ചിക്കനാണ് കിട്ടുന്നത് കേട്ടോ. പക്ഷേ ഇത് ഇത്തിരി വലിയ ചിക്കനായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അധികം ചോറും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ഈ ചോറാണ് ഇഷ്ടം. ഞങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഈ കഴിക്കുന്ന ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഐറ്റം ചോറ് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ആ നാട്ടിലെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ രുചിയും ടേസ്റ്റും ഒന്നും ഇവിടെ നിന്ന് കിട്ടത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സാധനങ്ങളുടെ പ്രശ്നമായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടേതായ നാട്ടിലുള്ള അതേ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി അവിടെ നിന്ന് നമ്മൾ പോകുന്നത് സ്ട്രോബെറി ഫാമിലോട്ടാണ്. അപ്പോൾ ഈ ഫാമിലോട്ട് പോകുന്ന സൈഡുകളിലൊക്കെ കണ്ടോ ഒത്തിരി ഡേറ്റ്സിൻ്റെ മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഇത് അൽഹസ എന്ന് പറയുന്നത് ഈന്തപ്പനയുടെ പേരിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. 2.5 മില്യണോളം ഈന്തപ്പനകളാണ് അൽഹസയിൽ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ തന്നെ ഓരോ വർഷം 1 ലക്ഷം ടണ്ണിന് പുറത്ത് ഈന്തപ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നിരുന്നത് ആ സ്ട്രോബെറി ഫാമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അല്പസമയം ഇനി തുടർന്നുള്ള വീഡിയോസ് സ്ട്രോബെറി ഫാമിലെ വീഡിയോസാണ്. എല്ലാവരും ശ്രദ്ധയോടെ കാണുക കേട്ടോ. മൾബറി അല്ലേ ഇത്? മൽബറി കഴിച്ചു നോക്കിയത് പുളിപ്പുണ്ടോന്ന്? എടി അത് കൊള്ളാൻ നോക്കടേ. അതിലുണ്ടോ അടി? ഇല്ല. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാമിലോട്ട് കയറാൻ പോവുകയാണേ. അപ്പോൾ നമ്മളിപ്പം കണ്ട മൾബറിയൊക്കെ ഇതിൻ്റെ വെളിയിൽ കാഴ്ച കിടക്കുന്നതാണ്. ഒത്തിരി കാഴ്ച കിടക്കുകയാണ്, പക്ഷെ നല്ല പുളിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വെളിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. നമ്മൾ അകത്തോട്ട് കയറിപ്പോണ്ടല്ലോ, എന്നാ തണുപ്പെന്നറിയും. നല്ല തണുപ്പാണ്, നല്ല കൂളിംഗ് ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് ഫുള്ള് നല്ല കൂളിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഈ സ്ട്രോബെറിക്ക് നിൽക്കാൻ കണക്കിനുള്ള കൂളിംഗ് അവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടോ സ്ട്രോബെറി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് തൊടാൻ പറ്റത്തില്ലെന്നാണ് കേട്ടോ അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ കയറി അവിടെ നമുക്ക് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ കത്തിരിയിട്ട് മാത്രമേ നമുക്കത് പിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് 2 ബൗൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ബൗളിലോട്ട് നമുക്ക് എത്ര സ്ട്രോബെറി വേണോ പറിച്ചെടുക്കാം. ആ ബൗളിനകത്ത് നിൽക്കുന്നത് മാത്രമേ പറിച്ചെടുക്കാവൂ. അതുപോലെ തന്നെ നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും നമുക്ക് ഇവിടെ നിന്ന് പറിച്ച് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇതിനകത്തോട്ട് കണ്ടോ ഇത്രയും നിരകളുണ്ട് കേട്ടോ. വലിയൊരു ഫാമാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇത് ഈ കൂളിംഗ് സിസ്റ്റമാണ് കേട്ടോ. ഇവിടുത്തെ അതെന്തോ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ സൈഡ് ഭയങ്കര തണുപ്പാണ്, എപ്പോഴും വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുഖാന്തരമാണ് ഇതിനകത്ത് ഈ തണുപ്പ് നിൽക്കുന്നത് കേട്ടോ. ഈ നിരയായിട്ട് സ്ട്രോബെറി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒരു കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അവർ 2 പോർഷൻ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്, അവിടെ മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒന്ന് കഴിച്ചു നോക്കിയേ, കൊള്ളാവുന്നു. നമ്മൾ 2 ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 ബോക്സിലോട്ട് നിറച്ച് ഇടാം അല്ലേ? പുളിപ്പുണ്ടോ? ഇല്ലേ? ആ, നല്ല വിളഞ്ഞു നോക്കി എടുക്ക കേട്ടോ, നല്ല പഴുത്ത് നോക്കി എടുക്കേ. ഇങ്ങടുത്ത് ആ ബോക്സ് കാണിക്കാം. നമ്മളിങ്ങനത്തെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 ബോക്സ് മേടിച്ചിട്ടുണ്ട്. ഈ 2 ബോക്സ് നിറച്ചെടുക്കാം അല്ലേ? പാസ് ചെയ്തോട്ടെ. ഓക്കെ, ഇതിലിട്ടെ. പിള്ളേർക്കൊന്ന് കട്ട് ചെയ്യാൻ കൊടുത്തേ. നമുക്ക് ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല മധുരം, നല്ല ടേസ്റ്റാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യണോ? ഒന്ന് ടേസ്റ്റ് ചെയ്തേ. അല്ല ഇവിടെ നിൽക്കേ. ഒന്ന് ടേസ്റ്റ് ചെയ്തോടി. സൂപ്പറാണോ? കഴിച്ചേ നോക്കട്ടെ. ടേസ്റ്റ് ചെയ്യണമല്ലോ, ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാക്സിമം പിക്കൊക്കെ ചെയ്ത് കഴിക്കേണ്ടതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പോർഷനിൽ കയറാൻ വേണ്ടി അവരുടെ അടുത്ത് അനുവാദം ചോദിച്ചു, അങ്ങനെ കയറ്റിയതാണേ. നമ്മുടെ സൗദിയിലൊരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ ഇത്. ഒത്തിരി സ്ട്രോബെറീസ് ഉണ്ട്, ഇത് ഒത്തിരി സെക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ സെക്ഷനിൽ കയറാൻ അവർ സമ്മതിക്കത്തില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് കപ്പ് മേടിക്കാം. അപ്പോൾ ആ കപ്പിൽ പൈസ കൊടുത്ത് മേടിക്കുന്ന ആ കപ്പിൽ മാത്രം നിറച്ചെടുക്കാം. അതുപോലെ നമുക്ക് എത്ര വേണം തിന്നാം കേട്ടോ ഇതിനകത്ത്. നമുക്ക് കിട്ടിയത് ഒരു ചെറിയ കപ്പാണെങ്കിലും നമ്മൾ നിറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒത്തിരി കഴിക്കുകയും ചെയ്തു, വയറൊക്കെ നിറഞ്ഞു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെളിയിലോട്ടല്ല പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. ഇതിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇറക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല തിരക്കും ഉണ്ടായിരുന്നു, അതുപോലെ വൃത്തിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇറക്കിയില്ല. ഇതിനകത്ത് ഒത്തിരി വീടുകളും ഉണ്ട് കേട്ടോ. അതപ്പോൾ അതിൻ്റെ ഒരു വീടിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡ് വിളിക്കുവാണേ. ഫോളോ മീ. എന്തോ അത്? ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എന്നെ പറ്റിച്ചതാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ ആരും ഇല്ലായിരുന്നു. ബാക്ക് സൈഡിൽ മാത്രം ആളില്ലെന്നേ ഉള്ളൂ. ആ വീടുകൾക്കകത്ത് എല്ലാ ആൾക്കാരുണ്ട്. ആൾത്താമസമുള്ള വീടുകളാണതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് എൻ്റെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലെ വീഡിയോസ് ഒന്നും തീർന്നിട്ടില്ല. അടുത്ത വീഡിയോസിൽ ഇതിൻ്റെ ബാക്കി ഭാഗം വരുന്നതായിരിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.